ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സിഡേഡിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു തരുന്നത് കഴിഞ്ഞ കാരണങ്ങളൊക്കെ എന്താണെന്നുള്ളത് പല മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മളെ പഴയ ഷൂ ആണ്, പുതിയതൊന്നും എടുക്കരുത്. കാരണം യാതൊരു കാരണവശാലും നമ്മൾ ഈ വീഡിയോ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഷൂ ഒന്നും എടുത്ത് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ പഴയ ഷൂ ആണ്, അധികം വില ഉള്ളതൊന്നല്ല, അധികം ലോക്കൽ സാധനമാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് എന്താണ് നമ്മൾ സ്കേറ്റിംഗ് ഷൂ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഉണ്ടാക്കാൻ പോണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കണക്കാട്ടും നല്ല കോസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ വീട്ടിൽ സ്കേറ്റിംഗ് ഷൂ ഇത് ടയറൊക്കെ പിടിപ്പിച്ച് നമുക്ക് എങ്ങനെ നോക്കിയാലാ നേരിട്ട് വീഡിയോയിൽ ഇട്ടാ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പഴയ ഷൂ കണ്ടിട്ട് എടുത്തേക്കണത് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഷൂവിൻ്റെ ഒരു കോലം. അപ്പോൾ പിന്നെ രണ്ട് മരക്കഷ്ണം, അതായത് മരപ്പലക രണ്ട് കഷ്ണം നമ്മൾ ഷൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടും. നമുക്ക് മരക്കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് കട്ട വേണം. അപ്പോൾ നമുക്ക് സ്കേറ്റിംഗ് ഷൂ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടതെന്ന് പറയുന്നത് ഒരു ജോഡി ഷൂ, പിന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്കൊരു പലക, ഒരു പലകല്ല രണ്ട് പലക, നമ്മുടെ ഷൂവിൻ്റെ പാദത്തിൻ്റെ ഷേപ്പിലുള്ളത് രണ്ടെണ്ണം. പിന്നെ നമുക്ക് ബയറിങ് 8 ബയറിങ് വേണം. ബയറിങ്ങിൻ്റെ നമ്പർ എത്ര എന്നുള്ളത് ഞാൻ അവിടെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബയറിങ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. 6304 ബയറിങ്ങിൻ്റെ നമ്പർ. അപ്പോൾ പിന്നെ കുറച്ച് സ്ക്രൂവും എല്ലാം വേണം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 സ്ക്രൂ അങ്ങനെ മതിയായിരിക്കും. 10-20 സ്ക്രൂ വേണം. പിന്നെ ഒരു ക്ലാമ്പ് 8 എണ്ണം വേണം. പിന്നെ ഒരു പൈപ്പ്, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ പൈപ്പ് എന്തോ ഷേപ്പ് എങ്ങനെ മോഡൽ എന്നുള്ളത്. അങ്ങനെ ഒരു പൈപ്പ്, 2 പൈപ്പ് 5 ഇഞ്ചിൻ്റെയും 2 പൈപ്പ് 6 ഇഞ്ചിൻ്റെയാണ് വേണ്ടത്. നമുക്ക് ഇരുമ്പിൻ്റെ പൈപ്പാണ്. വേറെ അലുമിനിയം ഒന്നും കണ്ടിരിക്കണമെങ്കിൽ നല്ല അലുമിനിയം ഒന്നും വെച്ചാൽ നമുക്ക് ഇത് നമ്മൾ ചെയ്യാൻ പോണ കാര്യം നടക്കില്ല. അപ്പോൾ ഇരുമ്പിൻ്റെ പൈപ്പ് എടുക്കാം. അപ്പോൾ ഓരോ ഫ്രണ്ടിൽ കുറച്ച് നീളം കൂടിയതും ബാക്കിൽ നീളം കുറഞ്ഞ പൈപ്പാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ലേസ് ഊരിക്കളയാ, ഷൂവിൻ്റെ ലേസ് ഊരിക്കളയാ, അതിൻ്റെ ഉള്ളിലുള്ള അടിയത്തെ സാധനം ഊരിക്കളയാ. ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ അതിന് കുറച്ച് നീളമുണ്ട്, ബാക്കിൽ അധികം നീളമില്ല. പക്ഷെ ഞാൻ അളവെടുക്കാൻ വെച്ചേക്കണത് വലുത് തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. അളവെടുത്തിട്ടുണ്ട്, 2 അളവും കറക്റ്റായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇത് വെച്ച് നോക്കുക ഷൂവിൻ്റെ അളവ് നമ്മൾ ഉദ്ദേശിച്ച അളവിൽ വരുന്നുണ്ടോ. അതായത് ടയറിൻ്റെ ഷൂവിൻ്റെയും അളവ് ഏകദേശം ഒരുപോലെ ആയിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ക്ലാമ്പ് ഉണ്ടല്ലോ, ക്ലാമ്പ് 8 എണ്ണം ഉണ്ടായി. അതിലിപ്പോൾ 2 എണ്ണം ഒരു ഭാഗത്ത്, 2 ഇപ്പുറത്തും വെക്കും. അതുപോലെ അപ്പുറത്ത് ഷൂവിനും 2 വെക്കും, 4 വെക്കും, മൊത്തം 8 എണ്ണമായി. അപ്പോൾ ഇത് നോക്കി കറക്റ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പാടില്ല ഭയങ്കരമായിട്ട്. നമ്മൾ കറക്റ്റ് വെച്ചോണം ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കറക്റ്റ്. ഇപ്പോൾ ബാക്ക് ഫുള്ള് സെറ്റായിട്ടുണ്ട്, ബാക്ക് ഫ്രണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടുത്തതും കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 8 ബയറിങ് എടുത്തായിരുന്നു. ബയറിങ് ഇപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മൾ ബയറിങ് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ഷൂ തിരിച്ച് 2ാമത് എടുക്കുകയാണ്. അതിനകത്ത് നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടി വെച്ചേക്കണ പലകയും നമ്മൾ ഷൂവും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ സ്ക്രൂ ചെയ്യണം. അടിയിൽ നിന്ന് മുകളിലേക്ക് ചെയ്യരുത്, കാൽമ കുത്തി കയറും, പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് അടിയിക്കുക, അതായത് ഷൂവിൻ്റെ ഉള്ളിൽ നിന്ന് പലകമൊക്കെയാണ് സ്ക്രൂ ചെയ്യേണ്ടത്. അതുപോലെ ഫ്രണ്ടിലൊരു ഷൂവിന് ഫ്രണ്ടിലൊരു ഹോൾ ഇട്ടിട്ട് ഫ്രണ്ടിൽ കൂടി ഒരു സ്ക്രൂ ഇറക്കിയിട്ട് പലകമ ടൈറ്റ് ചെയ്താൽ. സ്കേറ്റിംഗ് ഷൂ ആയതുകൊണ്ട് ഹോളെല്ലാവരും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ മഴയത്തൊന്നും ഇട്ട് നടക്കില്ല, ജസ്റ്റ് സ്കേറ്റ് ചെയ്യാൻ മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് ഫ്രണ്ടിൽ ഹോൾ കുഴപ്പമില്ല. ഫ്രണ്ടിൽ ഹോൾ അടക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഭംഗിക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഹോൾ അടക്കാൻ പറ്റും. അല്ലെങ്കിൽ വല്ല സൂപ്പർ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ അടഞ്ഞ് പൊക്കോളും. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളെ ബയറിങ് ഫിറ്റ് ചെയ്യണം. അതായത് ഇപ്പം ഇത് അളവ് എന്ന് പറയുന്നത് കറക്റ്റ് ബയറിങ്ങിൻ്റെ അളവിലാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. കറക്റ്റ് അളവ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അളവാക്കി തരും അവർ. ഇങ്ങനെ വെൽഡിങ്ങിൻ്റെ കടയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ബയറിങ്ങിൻ്റെ അളവിൽ അതാക്കി തരും. അപ്പോൾ അത് വെച്ച് നന്നായി പ്രത്യേകം ശ്രദ്ധിക്കുക. ബയറിങ് അടിക്കുമ്പോൾ മരം വെച്ചടിക്കണം, അല്ലെങ്കിൽ ബയറിങ് ചീത്താവും. മരം മുകളിൽ ഇതുപോലെ വെച്ചിട്ട് വേണം നമുക്ക് ബയറിങ് അടിച്ച് കയറ്റാനായിട്ട്. സെറ്റായി നോക്കണ്ട, ഒരു വണ്ടി പോലെ. അതെ, 2 ഷൂ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഷൂ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ, രക്ഷയില്ല. അപ്പം നമ്മൾ നേരത്തെ അയച്ച ലേസ് 2ാമത് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മളെ ഫുൾ വർക്ക് കഴിഞ്ഞ് ഇനി നിങ്ങൾ കാണാം. അതായത് നമ്മൾ സ്കേറ്റ് ചെയ്യാൻ പോവാണ്, ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്കേറ്റിംഗ് ഷൂവിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത്യാവശ്യം നല്ല കനമുണ്ട്, കാരണം ബയറിങ്ങിൻ്റെ പിന്നെ പൈപ്പിൻ്റെ ഒക്കെ കനം വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കനമുണ്ട്. എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതിനുള്ള കനമുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫുൾ ടെസ്റ്റ് ചെയ്താലേ ഫുള്ള് വർക്ക് കഴിഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ
അപ്പോൾ നമുക്ക് ഇവിടെ കുഴപ്പമില്ല, റോഡ് അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും നമുക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റില്ല ശരിക്കും. നല്ലൊരു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ട് നമ്മളെ റോട്ടിൽ, എല്ലാ റോട്ടിലും ഉണ്ടാവും. അതില്ലാത്തുണ്ടെങ്കിലേ ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ ഈ റോട്ടിൽ ചെയ്ത് നോക്കാം. വലിയതായിട്ട് സ്കേറ്റ് ചെയ്യാനൊന്നും അറിയില്ല, അപ്പോൾ ഇതിനെങ്ങനെയാണ് കറക്റ്റായിട്ട് സ്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ചെയ്ത് നോക്കാം. ഓ സ്കേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ സാധാരണ ഷൂ ആയിരുന്ന ഷൂ നമ്മൾ സ്കേറ്റിംഗ് ഷൂ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഇട്ട് സ്കേറ്റിംഗ് ഷൂ ഇട്ട് സെറ്റായി നിൽക്കണം ഇപ്പം. അപ്പോൾ നേരത്തെ ഒരു തരി സ്കേറ്റ് ചെയ്ത് കാണിച്ചു. അത് നമ്മൾ ജസ്റ്റ് സ്കേറ്റ് ചെയ്താണ്, ചെയ്യാൻ അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്കേറ്റ് ചെയ്യാൻ അറിയില്ല ശരിക്കും. മറ്റേ സെൻറ്ററിൽ മാത്രം ടയറുള്ളതെന്ന് സ്കേറ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ ഇങ്ങനെ നാല് സൈഡിലും ടയർ വന്നുമ്പോൾ നമുക്ക് സ്കേറ്റിങ്ങിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. കുറച്ച് നാൾ സ്കേറ്റ് ചെയ്താലേ അതിൻ്റെ ഒരു നമുക്ക് സ്കേറ്റ് ചെയ്യാൻ ശരിക്കും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ നിൽക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ സ്കേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് സ്കേറ്റ് ചെയ്ത് നോക്കട്ടെ. Just pull me away. Secret fantasies of me. Will they ever see the light of day? Light of day. I don't know where you are, but I will find you. അപ്പോൾ ഇതിന് ബ്രേക്ക് ഇല്ല എന്നൊന്നും പറയണ്ട, ഇതിന് സൂപ്പർ ബ്രേക്ക് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ സ്കേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒട്ടും നിൽക്കാൻ പറ്റാനുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫ്രണ്ട് വശം ഒന്ന് മുട്ടിച്ചെടുക്കാം. കണ്ട, അപ്പോൾ ഇത് റോട്ടി മുട്ടി എവിടെയാണെങ്കിലും ഒരയും. അപ്പോൾ ബ്രേക്കിംഗ് ആണ്. അതുപോലെ തന്നെ ബാക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതും ബ്രേക്കിംഗ് ആണ്, മനസ്സിലാ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയതായിട്ട് ബ്രേക്കിങ് കാര്യങ്ങളും അറിയില്ല, എനിക്കറിയില്ല, സ്കേറ്റ് ചെയ്യാൻ അറിയില്ല. സ്കേറ്റിംഗ് അത്രയും ചെയ്യാൻ അറിയുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് അറിയണ പോലെ ഞാൻ സ്കേറ്റ് ചെയ്ത് കാണിച്ചെന്ന്. എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ അറിയുള്ളൂ, വലിയതായിട്ട് അറിയില്ല. അപ്പോൾ എനിക്ക് അറിയണ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓക്സ്റ്റൻ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡബിലേക്ക് ഞെക്കി കഴിഞ്ഞാൽ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അത് ചെയ്യാം. പിന്നെ വീഡിയോയെ കുറിച്ച് എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പേഴ്സണലായിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിൽ നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന ഡൗട്ടിനെ കുറിച്ച് വീഡിയോനെ കുറിച്ച് എന്ത് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചോ, ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ എന്താ പറയുക, ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്.